സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു? ഹോമോജീനിയസ് റിലേഷനെ പറ്റിയായിരുന്നു പഠിച്ചത്. അതായത് ഹോമോജീനിയസ് എന്ന് പറയുമ്പം =0 എന്നുള്ള ഫോമിൽ വരുന്ന റെക്കറൻസ് റിലേഷനെ പറ്റിയാണ് പഠിച്ചത്. അപ്പോൾ പഠിച്ച് നിർത്തിയെന്ന് പറയുമ്പോൾ നമ്മൾ 3 കേസസ് പഠിച്ചായിരുന്നു. എന്താണ്? റൂട്ട്സ് 3 രീതിയിൽ വരുന്ന. ആദ്യത്തെ കേസ് എന്തായിരുന്നു? റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. റിയലും ആയിരിക്കും, അതുപോലെ ഡിസ്റ്റിങ്ക്റ്റും ആയിരിക്കും. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ അങ്ങനല്ല. റൂട്ട്സ് ആർ റിപ്പീറ്റഡ് റൂട്ട്സ് ആർ റിയൽ ആൻഡ് റിപ്പീറ്റിംഗ് വരുന്ന റിപ്പീറ്റഡ് ആയിട്ട് റൂട്ട്സ് വരുന്ന കേസാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുമ്പോൾ എന്താണ്? റൂട്ട്സ് ആർ കോംപ്ലക്സ് നമ്പറായിട്ട് വരുന്ന കേസായിരുന്നു മൂന്നാമത്തെ. ഇനി മൂന്നാമത്തെ നമുക്ക് നോക്കാം. നമുക്ക് കിട്ടിയ സൊല്യൂഷൻ എന്തായിരുന്നു? ഇതുകൊണ്ട് ഇവിടെ വരെയാണ് ചെയ്ത് കിട്ടിയത്. an = നമുക്ക് 1+i 1 - i നമ്മുടെ രണ്ട് റൂട്ടായിട്ട് കിട്ടിയത്. C1 of x plus iy അല്ലെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം. an = C1 of ആദ്യത്തെ റൂട്ട് 1+i n plus C2 of 1 - i n. സോ ഇത്രയാണ് നമുക്ക് കിട്ടിയത്. സോ ഇതിനകത്തു നിന്ന് നമ്മൾ സാധാരണയുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്? നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ്, അതായത് ഇതുപോലെ കണ്ടീഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇക്വേഷനിലോട്ടിട്ട് നമുക്ക് ഈ C1-ൻ്റെയും C2-ൻ്റെയും ഒക്കെ വാല്യൂ കണ്ടുപിടിക്കണം. സോ അതിനു വേണ്ടി നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ ഡയറക്റ്റായിട്ട് നമ്മൾ ഇപ്പം ഇവിടെ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടത്തില്ല. നിങ്ങൾ നോക്കിയേ, ഇവിടെ ഞാൻ n-ന് 0 ഇട്ട് കൊടുത്തു. a0 = C1 × 1 + i n. n is what? 0. ഓക്കെ, പ്ലസ് C2 × 1 - i n which is 0. എന്നിട്ട് ഇതെന്ത് കിട്ടും? a0 എത്രയാണ് ഇവിടെ? ഓക്കെ, I forgot. a0 means 1 and a1 means 2. ഓക്കെ, അന്നേരം എനിക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് കേസിൽ a0 എന്ന് പറയുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 0 ആണ്. ഇത് രണ്ടും എന്താണ്? 1 ആയിപ്പോയി. അപ്പം C1 + C2 = 0. ഓക്കെ, അതാണ് ഒരു ഇക്വേഷൻ കിട്ടുന്നത്. ഇനി ഇപ്പോൾ n-ന് 1 കൊടുക്കുകയാണെങ്കിൽ a1 = C1 × 1 + i(1) + C2 × 1 - i(1) ഇങ്ങനെ വരും. അപ്പോൾ a1-ന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വേണമെങ്കിൽ 2 എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം a1-ന് പകരം 2 എഴുതുമ്പം നമുക്ക് ഇക്വേഷൻ എന്താ കിട്ടി? 2 = C1 of 1 + i + C2 of 1 - i എന്നൊക്കെ പറഞ്ഞ് കിട്ടി. പക്ഷേ ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാം, ഈ ഇക്വേഷൻസിൽ നിന്ന് നമുക്ക് C1-നെ C2-നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ? ഇല്ല. സോ നമുക്ക് വീണ്ടും എന്താ? കോംപ്ലക്സ് നമ്പേഴ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ഡിഫിക്കൽട്ടാണ്. സോ അത് അന്നേരമാണ് നമ്മൾ ഇതിനകത്ത് ഇതിനെ വേറെ രീതിയിൽ, ഇപ്പോൾ ഇതല്ലേ നമ്മൾ ജനറലി പഠിച്ചു വെച്ചേക്കുന്ന ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്, അതിനെ വേറൊരു രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമ്മളിപ്പം നേരത്തെ റെപ്രസെൻറ്റ് ചെയ്തൊരു ഫോമാറ്റ് ഇതായിരുന്നു. C1 r1(n)ഉം C2 r2(n)ഉം. സോ ഇതായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ വേറൊരു രീതിയിൽ ഇനി റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുക. ആദ്യമേ ഞാൻ നിങ്ങളോട് കുറേ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു അത് പ്രോബ്ലത്തിൽ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞായിരുന്നു. അതായത് ഒന്നെങ്കിൽ ഇങ്ങനെ C1 r1, ഇത് r1(n) തന്നെയാണ്, r2(n) എന്ന് എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്? an = r(n) of C1 cos n(θ) + C2 sin n(θ). സോ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് C1 r1(n) അല്ലെങ്കിൽ C2 r2(n) എന്ന് എടുക്കാം. അതല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനിയിപ്പം നമ്മൾ ആ ബൗണ്ടറി കണ്ടീഷൻ വെച്ചിട്ട് C1-ൻ്റെയും C2-ൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. അപ്പം നമുക്ക് ഏത് റെപ്രസെൻറ്റേഷൻ ഉപയോഗിക്കാം? ഇനി an = r(n) of ബ്രാക്കറ്റിൽ എന്ത് കൊടുത്തു? C1 cos n(θ) + C2 sin n(θ). സോ ഇതിനകത്തുനിന്ന് നമ്മൾ കുറച്ച് കാൽക്കുലേഷൻസ് ആദ്യമേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, എന്നാലും ഒന്നുകൂടെ പറയാം. ഓക്കെ, ഇവിടെ നമ്മൾ ലെറ്റ് r = നമുക്ക് കിട്ടിയ റൂട്ട് എന്ന് പറയുമ്പോൾ ഏത് ഫോമാറ്റിലാണ്? ഞാൻ എഴുതിയിരുന്നല്ലോ, x + iy ഫോമാറ്റിലല്ലേ. x + iy എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് റൂട്ട് കിട്ടിയിരിക്കുന്നത് എന്താണ്? 1 + i.
ഓക്കെ, എന്താണ് 1+i. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ ഒരു റൂട്ട് എടുത്താൽ മതി. ഇപ്പം r x+i/y ഫോമാറ്റിലാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന റൂട്ട് എന്ന് പറയുന്നത് 1+i ആണ്. അപ്പം ഗിവൺ നമുക്ക് ഇതിനകത്തുനിന്ന് എന്ത് മനസ്സിലാകും? എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 1. വൈൻ്റെ വാല്യൂ എത്രയാണ്? 1. സോ എക്സും വൈയും നമുക്കിതിനകത്തുനിന്ന് കിട്ടി. നമ്മുടെ റൂട്ട് ഈ ഫോമിലാണെന്ന് പറയുന്നു. കാരണം നമ്മൾ ഇവിടെ ഒരു ആറിനെ മാത്രമേ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അന്നേരം ആ ആറിനെ നമ്മൾ എടുത്തിരിക്കുന്നത് ഏത് ഫോർമാറ്റിലാണ്? x+i/y എന്നുള്ള ഫോർമാറ്റിലാണ്. അന്നേരം അതനുസരിച്ചിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? 1+i. എന്താണ്? 1+i ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? x=1 എന്നും y=1 എന്നും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് എക്സും വൈയും നമ്മൾ രണ്ട് ടേം എടുക്കുകയാണ്. ഇനി ഇപ്പോൾ പറയാണ് x=r cos θ and y=r sin θ. Let it be equation 1 and let it be equation 2. സോ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു? നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞു, an=rnf എന്ന് പറഞ്ഞ ഇക്വേഷൻ പറഞ്ഞു. അതിൽ നിന്ന് r എന്ന് പറയുന്നത് x+i/y ആണെന്ന് പറഞ്ഞു. സോ അതിൽ നിന്ന് നമ്മുടെ ഇക്വേഷനിലേക്ക് റൂട്ട് നോക്കുമ്പോൾ അവിടെ ഒരു 1+i ഉണ്ട്, അതെടുത്തു. അതിൽ നിന്ന് നോക്കുമ്പോൾ 1+i നോക്കുമ്പോൾ എന്താണ്? എക്സിൻ്റെ സ്ഥാനത്ത് 1 ഉണ്ട്, i/y ആയിരിക്കുമല്ലോ i എന്ന് പറയുന്നത്. അപ്പോൾ i/1 അല്ലേ i ആയിട്ട് മാറിയത്. അപ്പോൾ വൈൻ്റെ സ്ഥാനത്ത് 1 ആണ്. x 1 ഉം y 1 ഉം കിട്ടി. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ, എക്സിനും വൈക്കും നമ്മൾ രണ്ട് വാല്യൂ കൊടുത്തു. എന്താണ്? r cos θയും r sin θയും. ഓക്കെ, രണ്ട് വാല്യൂ കൊടുത്തു. ഇനി എന്താ ചെയ്യുന്നത് നോക്കാം. അത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഇക്വേഷൻ 1നെയും 2നെയും ഒന്ന് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്തു. അതായത് x=r cos θ ആൻഡ് y=r sin θ. ഇതിനെ ഞാനൊന്ന് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യാൻ പോവാം. ഓക്കെ, അന്നേരം എന്ത് കിട്ടും? x² + y². സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യണം. x² + y² ഇത് രണ്ടും കൂടെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യാൻ പോവാം. r² cos² θ പ്ലസ് r² sin² θ. ഇങ്ങനെയല്ലേ കിട്ടിയത്? x² + y² r² cos² θ പ്ലസ് r² sin² θ. ഓക്കെ, അന്നേരം നമുക്ക് അവിടെ വരെ കിട്ടി. ഇനിയിപ്പോൾ ഇതിനകത്ത് നിന്ന് എന്തിനെ കോമൺ എടുക്കാൻ പറ്റും? നമുക്ക് r² കോമൺ എടുക്കാൻ പറ്റും. എന്തിനെയാണ് കോമൺ എടുക്കാൻ പറ്റുന്നത്? r². r² കോമൺ എടുക്കുമ്പോൾ എന്ത് കിട്ടും? r² എടുത്തു കഴിയുമ്പം cos² θ പ്ലസ് sin² θ മാത്രം ബ്രാക്കറ്റ് വരത്തില്ലേ? ഓക്കെ, r² കോമൺ എടുക്കുമ്പം. ഇനി നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനാണ് cos² θ പ്ലസ് sin² θ എന്ന് പറയുമ്പോൾ എന്താണ്? 1 അല്ലേ? അപ്പം ഈ cos² θ പ്ലസ് sin² θയ്ക്ക് പകരം നമുക്ക് അവിടെ എന്ത് കൊടുക്കാൻ പറ്റും? 1 കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന് പകരം ഞാനിവിടെ എന്ത് കൊടുത്തു? 1 കൊടുത്തു. കാരണം cos² θ പ്ലസ് sin² θ ഈസ് 1. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x² + y² r² ഓഫ് 1 വിച്ച് ഈസ് r². സോ ഇത് കിട്ടി. ഇതിനകത്ത് നിന്ന് r വാല്യൂ, ഇത് നിങ്ങൾ നോക്കിയേ, ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ അല്ലേ ശരിക്കും പറഞ്ഞാൽ? റേഡിയസ് r ഉള്ള ഒരു സർക്കിളിൻ്റെ ഇക്വേഷനാണ്. കണ്ട, അതിന് ഇമ്പോർട്ടൻസ് ഇല്ല. അന്നേരം r². സോ ഇതിനകത്ത് നിന്ന് എനിക്ക് എന്ത് വാല്യൂ എടുക്കാൻ പറ്റും? ആറിൻ്റെ വാല്യൂ എടുക്കാൻ പറ്റും. സോ r എന്താണ്? √x² + y². സോ ഇതെല്ലാം ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അത് കിട്ടി. ഇത് ഞാൻ നെക്സ്റ്റ് എനിക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? തീറ്റ വാല്യൂ. അതിന് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് 2 ഡിവൈഡഡ് ബൈ 1. സോ 2 എന്ന് പറയുമ്പോൾ അതായത് സെക്കൻഡ് ഇക്വേഷൻ ഡിവൈഡഡ് ബൈ 1. സെക്കൻഡ് ഇക്വേഷൻ എന്തായിരുന്നു? y=r sin θ. സോ y ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുമ്പം x=r sin θ. y=x ഡിവൈഡഡ് ബൈ r sin θ ഡിവൈഡഡ് ബൈ x is r cos θ. പറഞ്ഞപ്പോൾ തെറ്റിയതാണ്. x is r cos θ. അങ്ങനെ y/x=r sin θ ഡിവൈഡഡ് ബൈ r cos θ. ആറും ആറും ക്യാൻസൽ ആകും. ഇനി ബാക്കി എന്തുണ്ട്? sin θ ഡിവൈഡഡ് ബൈ cos θ. sin θ ഡിവൈഡ് ബൈ cos θ എന്താണ്? നിങ്ങൾക്ക് അറിയാലോ, tan θ. സോ ഇപ്പോൾ ഇവിടെ എന്താ കിട്ടിയിരിക്കുന്നത്? y/x എന്താണ്? ആറും ആറും ക്യാൻസലായി. sin θ ബൈ cos θ ഈസ് tan θ. ഓക്കെ, അപ്പോൾ ഇതിനകത്തുനിന്ന് എനിക്ക് തീറ്റ വാല്യൂവിനെ എടുത്തെഴുതാമല്ലോ. θ എന്താണ്? ഈ ടാൻ ഇവിടെ കൊണ്ടുവന്നാൽ പോരെ. ടാൻ ഇൻറ്റു ഇവിടെ വരുമ്പം അതെന്താകും? ടാൻ ഇൻവേഴ്സ് ആവത്തില്ലേ? ടാനിനെ ഇവിടെ താഴോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും? ഇൻറ്റു അല്ലേ, ഇവിടെ ഡിവിഷൻ ആകും. അതിനെ ടാൻ ഇൻവേഴ്സ് എന്ന് എഴുതാം. ടാൻ ഇൻവേഴ്സ് y/x. സോ നമുക്ക് രണ്ട് വാല്യൂ കിട്ടിയിട്ടുണ്ട്. ആറിൻ്റെ വാല്യൂവും കിട്ടിയിട്ടുണ്ട്, തീറ്റയുടെ വാല്യൂവും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കാം.
ഓക്കെ. ഇനിയിപ്പം നമുക്ക് ഗിവൺ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു, സോ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, ആർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നായിരുന്നു നമ്മുടെ ഇക്വേഷൻ. ആർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ, നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് 1+i ആയിരുന്നു. അപ്പം നമുക്കിതിനകത്ത് നോക്കി കാണാം എക്സിൻ്റെ സ്ഥാനത്ത് 1ഉം അതേപോലെ ഐ അല്ലേ, ഇവിടെ ഐ ഉണ്ട്, ഇൻറ്റു 1 ആയിരിക്കുമല്ലോ. അപ്പം വൈ എന്ന് പറയുന്നത് എക്സ് 1ഉം വൈ 1ഉമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. എന്തായാലും നമ്മൾ എക്സും വൈയും ഉള്ള സ്ഥിതിക്ക് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ആറിനെ കണ്ടുപിടിക്കാം. ആർ എന്തായിരുന്നു, √(x²+y² വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് 1, വൈ എന്ന് പറയുന്നത് 1, 1² + 1². ഓക്കെ, അതെന്താണ് 1 + 1 വിച്ച് ഈസ് √2. അപ്പോൾ ആർ എനിക്ക് എത്ര കിട്ടി, √2 കിട്ടി. ഓക്കെ. ഇനി ഇപ്പോൾ എന്ത് കണ്ടുപിടിക്കണം, തീറ്റ കണ്ടുപിടിക്കണം. ഓക്കെ, തീറ്റ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, tan ഇൻവേഴ്സ് y/x. ഓക്കെ, ഇതല്ലേ തീറ്റ എന്ന് പറയുന്നത്. അപ്പം tan ഇൻവേഴ്സ് നമുക്ക് നോക്കാം. y എന്ന് പറയുമ്പോൾ എന്താണ് 1, x എന്ന് പറയുമ്പോൾ എന്താണ് 1. സോ tan ഇൻവേഴ്സ് 1 അല്ലേ, tan ഇൻവേഴ്സ് 1. അപ്പം തീറ്റ ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് 1 എന്ന് കിട്ടി. എന്താണ്, തീറ്റ ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് 1. ഓക്കെ, അന്നേരം ഈ ടാൻ ഇങ്ങോട്ടൊന്ന് കൊണ്ടുപോയിരിക്കുന്നു. നോക്കിയേ, tan ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ 1/tan ആണ്. ഒക്കെ നിങ്ങൾക്ക് ബേസിക് മാത്സ് ആണ്, അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതായത് tan ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/tan ആണ്. ടാൻ ഇവിടെ കൊണ്ടുവരുമ്പോൾ tan തീറ്റ ഈസ് ഈക്വൽ tan തീറ്റ എന്നാവത്തില്ലേ, അപ്പം tan തീറ്റ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഈ തീറ്റയ്ക്ക് ഏത് വാല്യൂ, ടാനിൽ ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് റിസൾട്ട് 1 കിട്ടുന്നത്. tan 45 എത്രയായിരുന്നു ഓർമ്മയുണ്ടോ, tan 45 ഈസ് 1 അല്ലേ. tan 45 കൊടുക്കുമ്പോഴല്ലേ ആൻസർ 1 കിട്ടുന്നത്. സോ തീറ്റ വിൽ ബി വാട്ട്, അന്നേരം ഇവിടെ തീറ്റ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, tan 45 ചെയ്യുമ്പോഴാണ് എനിക്ക് 1 റിസൾട്ട് കിട്ടുന്നത്. സോ അന്നേരം തീറ്റ ഇവിടെ എന്തായിരിക്കും, tan ഇൻവേഴ്സ് ഓഫ് 1/1 ഈസ് ഈക്വൽ ടു തീറ്റ എന്ന് പറയുമ്പോൾ തീറ്റ എന്തായിരിക്കും 45 അല്ലേ. 45 എന്ന് പറയുമ്പോൾ π/4. കറക്റ്റ് അല്ലേ. അതായത് ഇവിടെ 1 ആണ് വന്നത്, tan ഇൻവേഴ്സ് ഓഫ് 1 വന്നതുകൊണ്ട് തീറ്റയുടെ ആൻസർ വിൽ ബി 45. സോ അതെന്ന് പറയുന്നത് എന്താണ്, π/4. ഇനി അതിനെ ഞാൻ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഞാൻ an വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, an വാല്യൂ, നമ്മൾ an വാല്യൂ എന്ന് പറയുമ്പോൾ ഏതായിരുന്നു, ഞാൻ പറഞ്ഞ ഇവിടുത്തെ ഇക്വേഷൻ ഉണ്ടല്ലോ, ദിസ് ഇക്വേഷൻ, ഈ ഇക്വേഷനിലോട്ട് ഞാൻ എന്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്, ഈ ആറിനെയും തീറ്റാനെയും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. നമുക്ക് ജസ്റ്റ് നോക്കാം. an ഈസ് ഈക്വൽ ടു ആർ എത്രയായിരുന്നു കിട്ടിയത്, √2 ബ്രാക്കറ്റിൽ c1 cos n തീറ്റ, cos n തീറ്റയ്ക്ക് പകരം π/4 പ്ലസ് c2 sin n തീറ്റ, തീറ്റയ്ക്ക് പകരം π/4. സോ ഇതായിരിക്കും an-ൻ്റെ ഇക്വേഷൻ. നമുക്ക് നോക്കാം അത് തന്നെ കിട്ടിയോ എന്ന് നോക്കാം. കണ്ടോ, r⁻n വരെ √2 c1 cos n π/4 പ്ലസ് c2 sin n π/4. അത് ഇക്വേഷൻ 3 ആയിട്ട് വെക്കുക. സോ അന്നേരം നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ഈസി, അതായത് നമ്മൾ an ഇവിടെ 1+iയും 1-i എന്നൊക്കെ പറഞ്ഞ് കണ്ടുപിടിച്ചില്ലേ, അതിന് പകരം നമ്മൾ റൂട്ട്സ് കണ്ടുപിടിച്ചിട്ട് ഈ ഒരു ഇക്വേഷന് പകരം നമ്മൾ എന്താ ഇക്വേഷനാണ് എഴുതാൻ പോകുന്നത്, ഈ ഇക്വേഷനാണ് എഴുതാൻ പോകുന്നത്. ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഫൈനൽ ഒരു റിസൾട്ട് കിട്ടി. ഇനി നമ്മൾ ഈ ഇക്വേഷനിലോട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്, ആ ബൗണ്ടറി വാല്യൂസ് a0 1ഉം കൊടുത്തിട്ടുണ്ട്, a1 2ഉം കൊടുത്തിട്ടുണ്ട്. ലെറ്റ് n = 0 ഇൻ ഇക്വേഷൻ 3. ഞാൻ ആ ഇക്വേഷനിലോട്ട് n = 0 കൊടുത്തു. അപ്പം an എന്ന് പറയുമ്പോൾ എന്താകും, a0 = √2 ഇൻറ്റു c1 cos n അല്ലേ, cos n π/4. cos n എന്ന് പറയുമ്പോൾ എന്താണ്, cos × 0 = 0, cos 0 പ്ലസ് c2 sin n എന്ന് പറയുമ്പോൾ എന്താണ്, sin 0. സോ ഇതല്ലേ കിട്ടുന്നത്. അന്നേരം √2 എന്ന് പറയുമ്പം എന്താണ്, എന്ത് /0 ആണെങ്കിലും 1 ആണ്. ഇനി cos 0 എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർക്കുക 1ഉം, sin 0 എന്ന് പറയുന്നത് 0ആണ്. നിങ്ങളിതൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ട്രിഗ്നോമെട്രിയിൽ. അപ്പം cos 0 1ഉം sin 0 1ഉം ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ദിസ് ബിക്കം 1 ആൻഡ് c1 × 1 പ്ലസ് c2 × 0. സോ a0 എനിക്ക് എത്രയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്, 1 ആണ്. സോ a0യ്ക്ക് പകരം ഞാൻ 1 കൊടുത്തു. 1 = ഇവിടെ എന്താണ്, c1 × 1 c1 പ്ലസ് c2 × 0, അത് 0 ആയി പോയല്ലോ. അപ്പോൾ c1ൻ്റെ ആൻസർ എനിക്ക് എത്ര കിട്ടി,
1 കിട്ടി. ഓക്കെ, മനസ്സിലായല്ലോ. അതായത് എങ്ങനെയാണ് കോസ് 0 1ഉം സൈൻ 0 0 ആണ്. അപ്പോൾ ഈ C2ൻ്റെ വാല്യൂ പോകും. √2 1 ആകും. അപ്പോൾ ഇത് ഈ കോസ് 0 1 ആകും. അപ്പോൾ C1 × 1 ഈസ് ഈക്വൽ ടു A0യുടെ വാല്യൂ 1 ആണ്. സോ C1 ഈസ് ഈക്വൽ ടു 1. നെക്സ്റ്റ് നോക്കാം, C2 കണ്ടുപിടിക്കാം. ഇനി C2 കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ലെറ്റ് n ഈസ് ഈക്വൽ ടു 1 ഇക്വേഷൻ 3. ഞാൻ 1 വാല്യൂ ഇക്വേഷൻ 3യിൽ കൊടുത്തു. അപ്പോൾ A1 ഈസ് ഈക്വൽ ടു എല്ലാം n വാല്യൂ 0 അല്ലേ, √2n പകരം √1 ബ്രാക്കറ്റിൽ C1 കോസ് n പകരം 1 ആണ്. അപ്പോൾ എന്താണ് കോസ് × 1 × π/4. ഓക്കെ, എന്താണ് കോസ് π/4 പ്ലസ് C2 × സൈൻ n π/4. സൈൻ × n എന്ന് പറയാൻ 1 ആയതുകൊണ്ട് 1 × π/4. ഇനി കോസ് π/4ഉം കോസ് 45ഉം സൈൻ 45ഉം എന്താണ് 1/√2 അല്ലേ, രണ്ടും 1/√2. അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം അന്നേരം C1 × കോസ് π/4 പകരം 1/√2, സൈൻ π/4 പകരം 1/√2. ഇനി ഇതിനകത്തുനിന്ന് 1/√2 നമുക്ക് കോമൺ എടുക്കാമല്ലോ. ഞാൻ 1/√2 കോമൺ എടുത്തു. അപ്പോൾ എന്നിട്ട് നോക്കിയേ, ഇവിടെ √2 √2 ക്യാൻസലായി പോകത്തില്ലേ. 1/√2 കോമൺ എടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും, C1 + C2. സോ അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, A1 എന്ന് പറയുമ്പോൾ എനിക്ക് എത്രയാണ്, 2 എന്നാണ് തന്നിരിക്കുന്നത്. A2 ഈസ് ഈക്വൽ ടു C1 + C2. നമുക്കിതിനകത്ത് ഒരു വാല്യൂവിനെ അറിയാമല്ലോ. ആരെ അറിയാം, C1നെ അറിയാം. ഇപ്പം കിട്ടിയിരിക്കുന്നത് 2 ഈസ് ഈക്വൽ ടു C1 + C2. ഇതിനകത്ത് എനിക്ക് C1നെ അറിയാം, അത് 1 ആണ്. ഓക്കെ, 1 + C2. അന്നേരം എന്താണ് C2 എത്ര കിട്ടും, 2 - 1 ഈസ് ഈക്വൽ ടു 1. C2ഉം 1 കിട്ടും. സോ എനിക്ക് C1ഉം കിട്ടി, C2ഉം കിട്ടി. ഇനി എനിക്കത് ഏത് ഇക്വേഷനിലോട്ട് കൊടുക്കാം, ഇക്വേഷനിലോട്ട് കൊടുക്കാം. An ഈസ് ഈക്വൽ ടു √2n × C1 cos n π/4 ആയിരുന്നു. C1 എന്ന് പറയുന്നത് 1 ആണ്. 1 cos n π/4 പ്ലസ് C2 sin n π/4 ആണ്. C2 1 ആണ്, sin n π/4. ഇതാണ് ഫൈനൽ ഇക്വേഷൻ, ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. C1ഉം C2 എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷമുള്ള. ഓക്കെ, അന്നേരം ഇതാണ് നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പർ സോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം ചെയ്യാൻ. നമ്മൾ ഇക്വേഷൻസ് ഇത് കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, ആ വാല്യൂ നമ്മൾ ഈ ഒരു ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തീറ്റായും ആറും കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ ആ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കുക. സോ ദിസ് ഈസ് എ കേസ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്.